പ്രൈസ് ഗോഡ്. ഇന്നത്തെ വചനഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 24 മുതൽ 34 വരെ. കുരുടനായിരുന്ന മനുഷ്യനെ അവർ രണ്ടാമതും വിളിച്ചു. ദൈവത്തിന് മഹത്വം കൊടുക്കുക, ആ മനുഷ്യൻ പാപി എന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞു. അതിനവൻ, അവൻ പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല, ഒന്നും അറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണു കാണുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, അവൻ നിനക്ക് എന്ത് ചെയ്തു, നിന്റെ കണ്ണ് എങ്ങനെ തുറന്നു എന്ന് ചോദിച്ചു. അതിനവൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചില്ല. വീണ്ടും കേൾപ്പാൻ ഇച്ഛിക്കുന്നത് എന്ത്? നിങ്ങൾക്ക് അവന്റെ ശിഷ്യന്മാരാകുവാൻ മനസ്സുണ്ടോ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അവർ അവനെ ശകാരിച്ചു. നീ അവന്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ. മോശയോട് ദൈവം സംസാരിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു, ഇവനോ എവിടെ നിന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അവരോട്, എന്റെ കണ്ണ് തുറന്നിട്ടും അവൻ എവിടെ നിന്ന് എന്ന് നിങ്ങൾ അറിയാത്തത് ആശ്ചര്യം. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്നു അവന്റെ ഇഷ്ടം ചെയ്തവന്റെ പ്രാർത്ഥന കേൾക്കുന്നുവെന്നും നാം അറിയുന്നു. കുരുടനായി പിറന്നവന്റെ കണ്ണ് ആരെങ്കിലും തുറന്ന പ്രകാരം ലോകമുണ്ടായത് മുതൽ കേട്ടിട്ടില്ല. ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ അല്ലെങ്കിൽ അവന് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, നീ മുഴുവനും പാപത്തിൽ പിറന്നവൻ, നീ ഞങ്ങളെ ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ പുറത്താക്കി കളഞ്ഞു. സ്തോത്രം. ഇവിടെ തുടങ്ങുന്നത് തന്നെ ഒരു ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നും പറഞ്ഞിട്ടല്ലേ? അവർ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ദൈവത്തെല്ലാം മഹത്വപ്പെടുത്തുന്നത് ഉണ്ടോ? നമ്മളും ദൈവത്തെയല്ലേ മഹത്വപ്പെടുത്തുന്നത്? നമ്മൾ അവരുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് ആരെങ്കിലും അറിയോ? സോറി ആൻറ്റി. യെസ്. സോ അവർ പരീക്ഷന്മാര് അവർ ഒന്ന് വിശ്വസിച്ചിരിക്കുകയാണ്. ദൈവം ഉണ്ടെന്നില്ല, ദൈവമില്ല എന്ന് അവർ പറയുന്നില്ല. ദൈവമുണ്ട്, ബട്ട് അത് നമ്മുടെ മസിയാണെന്ന് പറയുന്നില്ല. ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ആദ്യമത്തെ കുരുടനായിരുന്ന മനുഷ്യനെ അവൻ രണ്ടാമതും വിളിച്ചു. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ പരീക്ഷന്മാരുടെ സെയിം സ്വഭാവമാണെന്ന് തോന്നില്ലേ? ഇല്ലേ? നമുക്കിഷ്ടമില്ലാത്തതോ നമ്മൾ പ്രതീക്ഷിക്കാത്തതോ അല്ലാത്തൊരു കാര്യം നടക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് രണ്ടാമത് ചോദിക്കാറില്ലേ? അല്ലെങ്കിൽ നമ്മൾ ആ പറഞ്ഞ വ്യക്തിയുടെ രണ്ടാമത് ഒന്നും കൂടെ എടുത്ത് ചോദിക്കാറില്ലേ? അതെന്തുകൊണ്ടാ? നമുക്ക് ആ വിഷയം അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാ, അല്ലേ? ഞാൻ പറയുന്നതിൽ തെറ്റുകളും ഉണ്ടോ? ഞാനിതിങ്ങനെ കുറച്ച് വായിച്ചു നോക്കിയ സമയത്ത്, അതിൻ്റെ താഴോട്ട് വരുന്ന സമയത്ത് അത് പറയുന്നുണ്ട്. ഇവൻ ഒരു സാധാരണ മനുഷ്യനായിരുന്നുവെങ്കിൽ ഈ രണ്ടാമതും വിളിച്ച് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ദേഷ്യപ്പെടത്തില്ലേ? നമ്മൾ ദേഷ്യപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ പറയുന്നതിൻ്റെ ആ ഒരു ടോണിന് വ്യത്യാസം വരും. എൻ്റെ ടോണിന് വ്യത്യാസം വരും. ഞാൻ അതുകൊണ്ട് പറഞ്ഞത്, ഞാൻ എന്നിൽ കൂടെ എൻ്റെ ജീവിതവും അല്ലെങ്കിൽ ദൈവം എന്നോട് സംസാരിച്ചമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യുന്നത്. അത് നമുക്ക് എല്ലാവർക്കും ഒരു പ്രയോജനമായിരിക്കണം. അപ്പം നമുക്ക് വചനത്തിലേക്ക് വരാം. ഈ പരീക്ഷന്മാരെന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു ഓർഡർ എനിക്ക് കിട്ടുന്നില്ല. ഞാനൊരു ശകലം പറയാണ്. കാര്യം സംഗീത ഇപ്പം ഒന്ന് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ്. ഒരു ശകലം ഒരു ഇതായിട്ട് മീൻസ് പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്ന് ഫോളോ അപ്പ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതുവരെയും അത് ഇപ്പം എന്താ പറയുക, സൈനസ് കൂടിയിട്ട് അത് ബ്ലഡ് പോലൊക്കെ വരുന്നുണ്ട്, ഒരു സ്റ്റെയിൻ വരുന്നുണ്ട്. അപ്പം ഞാൻ അത് കാരണമാണ് എനിക്ക് ഈ ഒരു കണ്ടിന്യൂഷൻ കിട്ടാത്തത് കേട്ടോ. സോറി. അതിങ്ങനെ എൻ്റെ മനസ്സിൽ കിടക്കുക. എനിക്കും പോകണം, ഇത് കഴിഞ്ഞിട്ടാണ് എനിക്കും പോകണം. അപ്പം ഈ പരീക്ഷന്മാർക്ക് ഉള്ളൊരു കുഴപ്പം, അവർ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞാൽ അവരിയ്ക്കുന്നത്. അവർക്ക് പലപ്പോഴും അവർ പറയുന്നത് ശരിയെന്ന് പറയുന്നത് മാത്രമല്ല, അവർക്ക് പലപ്പോഴും ഒരു ചിന്താക്കുഴപ്പമുണ്ട്. ആ കേൾക്കുന്നത് സത്യമാണോ എന്ന് അറിയാനുള്ള ചിന്താക്കുഴപ്പം മീൻസ് എന്താണ്? കേൾക്കുന്നത് സത്യമാണെന്ന് അറിയാമായിരിക്കും, ബട്ട് അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അന്നേരം നമുക്കൊരു ചിന്താക്കുഴപ്പം വരുന്നത്, ഇല്ലേ? എനിക്ക് തോന്നുന്നു അങ്ങനെ. കാര്യം ഞാനൊരു കാര്യം എനിക്കറിയാം,
ബട്ട് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലാണ് എനിക്ക് അതിലൊരു ഇത് വരുന്നത്, ഒരു ചിന്താക്കുഴപ്പം എനിക്ക് അതിനകത്ത് കയറി വരാറുണ്ട്. അവർക്ക് അങ്ങനെ വന്നിട്ടാണ് ഈ കുരുടനെ, സോറി കുരുടെന്ന് പറഞ്ഞ് ബ്ലൈൻഡ് മാൻ, ഞാനും അങ്ങനെ വിളിക്കുന്നതിനോട് എനിക്കും താല്പര്യമില്ല. കാര്യം ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരാളെ കുരുടനെന്ന് വിളിക്കുന്നു, നമ്മളും പല സൈഡിലും നമ്മളുടെ ഏരിയയിൽ നമ്മൾ ഡിസേബിൾസ് അല്ലേ, പല ഏരിയയിലും. അവന് കാണാൻ പറ്റുന്ന ഒരു ഏരിയയിൽ, ഇപ്പം ഞാൻ എന്നെ കൊണ്ട് പറഞ്ഞ് എൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ മനസ്സിൻ്റെ വലിപ്പം കൊണ്ട് ഞാൻ ഡിസേബിൾഡാണ് അല്ലേ. അതിനൊക്കെ ഓരോരുത്തർക്കും അവരുടേതായ ഡിസബിലിറ്റീസ് ഉണ്ട്. ഇത് മറ്റവർ കാണുന്നില്ല, അതുകൊണ്ട് നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇവനെ വിളിച്ചിട്ട് രണ്ടാമതും ചോദിക്കുന്ന സമയത്ത് അവൻ പറയുന്നു, ഞാൻ നേരത്തെ ഈ കാര്യം പറഞ്ഞതല്ലേ. യേശു എന്ന് പറയുന്ന ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്നു, ചേറുണ്ടാക്കാൻ സൗഖ്യമാക്കാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. അവൻ ചേറുണ്ടാക്കി കണ്ണിൽ തേച്ചു, ശീലാംകുളത്തിൽ പോയി കുളിക്കാൻ പറഞ്ഞു. അവൻ കണ്ണ് തുറന്നു. എൻ്റെ ഒരു ഇതാണ്, ഈ ദൈവം കണ്ണ് തുറക്കുന്ന സമയത്ത്, കണ്ണിന് കാഴ്ച കൊടുക്കുന്ന സമയത്ത് അവന്റെ കാഴ്ച മാത്രമല്ല തുറന്നത്, അവന്റെ ബ്രെയിനും കൂടെ തുറന്നത്. ഇല്ലെങ്കിൽ അവൻ ഒരിക്കലും പറയത്തില്ല. ഇതിനകത്ത് താഴോട്ട് വായിച്ചു വരുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ അവരെ അറിയുന്നു. അങ്ങനെ ഓക്കെ. 20-ാമത്തെ വാചനം, അവൻ നിനക്ക് എന്ത് ചെയ്തു, നിന്റെ കണ്ണ് എങ്ങനെ തുറന്നെന്ന് ചോദിച്ചു. അതിനവൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചില്ല. അതാണ് പ്രശ്നം കേട്ടോ. മനസ്സിലാക്കാഞ്ഞിട്ടല്ല, നമ്മളെ കണക്കാ, നമ്മൾ ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിക്കാത്തോണ്ടായിരിക്കും അവർ പിന്നെ ചോദിച്ചത്, രണ്ടാമത് ഒരു പ്രാവശ്യം കൊണ്ട് ചോദിച്ചത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇപ്പൊ മാറ്റി പോവാ. അവർക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല, അവർ ശ്രദ്ധിക്കാഞ്ഞിട്ടാ. ഓക്കെ. രണ്ടാമത് ചോദിച്ചിട്ട് അവൻ പറയാണ്, നിങ്ങളിത് രണ്ടാമത് ചോദിക്കുന്നത് അവന്റെ ശിഷ്യനാകാൻ വേണ്ടിയാണോ എന്ന് അവൻ ചോദിക്കുന്നത് അല്ലേ. അപ്പൊ രണ്ടാമത് ഒരാളും കൂടെ ചോദിച്ച് ആലോചിച്ചോണം, അവന്റെ ശിഷ്യനാവാൻ വേണ്ടിയിട്ടാ. അപ്പം നമ്മൾ ഒരാളെടുത്ത് ദൈവവചനം പറയുന്ന സമയത്ത് 2 പ്രാവശ്യം പറയുന്നതുകൊണ്ട് തെറ്റില്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഒരു പ്രാവശ്യം പറഞ്ഞ് നിർത്താതിരിക്കുക. കാര്യം ദൈവവചനം രണ്ടാമതൊരു പ്രാവശ്യം പറയുന്ന സമയത്ത് അത് തീർച്ചയായും അകത്ത് കയറും അല്ലേ. ദൈവവചനം അകത്ത് കയറി പ്രവർത്തിക്കും. അതാ വചനം. ദൈവവചനം അകത്ത് കയറിയില്ലെങ്കിൽ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കത്തില്ലായിരുന്നു അല്ലേ. എൻ്റെ അടുത്തും ഞാൻ ക്വസ്റ്റ്യൻ പല പ്രാവശ്യം ചോദിച്ചിട്ടില്ല. ബട്ട് എൻ്റെ അടുത്ത് പല പ്രാവശ്യം ദൈവവചനം പറഞ്ഞപ്പോഴാണ് എനിക്കത് ഉറപ്പായത്. ബട്ട് ഈ ബ്ലൈൻഡ് മാനെ ആലോചിച്ച് നോക്കി, അവൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. അവൻ പെട്ടെന്ന് തന്നെ അത് അക്സെപ്റ്റ് ചെയ്തു. അവന് കാഴ്ച പ്രാപിച്ചു. അവൻ കാഴ്ച പ്രാപിച്ചത് മാത്രമല്ല, അവനൊരു ദൈവത്തിന്റെ സാക്ഷിയുമായി അല്ലേ. ഇപ്പം എൻ്റെ അടുത്ത് ദൈവത്തിന്റെ സാക്ഷിയായെന്ന് ചോദിച്ചാല് എനിക്ക് പറയാൻ പറ്റും, ഈ ചർച്ചിൽ ഞാൻ ദൈവത്തിന്റെ സാക്ഷിയാണ് അല്ലേ. പിന്നെ എനിക്കറിയാവുന്ന ചെറിയൊരു സർക്കിളിൽ ഞാൻ ദൈവത്തിന്റെ സാക്ഷിയാണ്. ബട്ട് വേറെ എവിടെയും ഞാൻ ദൈവത്തിന്റെ സാക്ഷിയല്ല അല്ലേ. ആണോ അല്ലേ? കാര്യം നമുക്ക് നല്ലൊരു ശോധന വരുമ്പോൾ അറിയാം നമ്മൾ ദൈവത്തിന്റെ സാക്ഷിയാണ് അല്ലയോ എന്ന്. ഇവിടെ നോക്കിയേ, ഈ പരീശന്മാര് അവർ സിനഗോഗിലല്ലേ പക്ഷേ ഇത് നടക്കുന്നത്? സിനഗോഗിലാണ് ഇത് നടക്കുന്നത്. സിനഗോഗിൽ വെച്ച് ഇപ്പൊ ഇവിടെ വെച്ച് പാസ്റ്റർ എന്തെങ്കിലും ഒരു കാര്യം പറയാണ്, നമ്മൾ മാക്സിമം അങ്ങ് മിണ്ടാതിരിക്കും ഇല്ലേ. അല്ല, ഡിഫൻസ് എന്തെങ്കിലും ആർഗ്യുമെന്റ് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. നമ്മൾ ഒരു മുതിർന്നവര്, കുറച്ച് വിദ്യാഭ്യാസമുള്ളവർ അല്ലെങ്കിൽ അറിവുള്ളവരെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചില കാര്യങ്ങൾക്ക് നമ്മളങ്ങ് മൗനമായിട്ടിരിക്കും. ഇത് കണക്കല്ലേ ഇവിടെ സംഭവിക്കേണ്ടത്. കാര്യം അവർ പരീക്ഷന്മാരാണ്, അവർ പഠിച്ചവരാണ്. അവിടാണ് ഇതുവരെ വചനം കേട്ടിട്ടില്ലാത്ത ഒരുത്തൻ അവരുമായിട്ട് ആർഗ്യൂ ചെയ്യുന്നത്. ഒന്നാലോചിച്ച് നോക്കിയേ, ആ ഒരു സ്ഥലത്ത് അവൻ മാത്രമായിരുന്നായിരിക്കുമോ? രണ്ടുപേരും മാത്രമായിരിക്കത്തില്ലല്ലോ, ഒരുപാട് പേര് കാണും. അപ്പൊ ഇതിനിടയിലും പലർക്കും വേണമെന്നുണ്ടെങ്കിൽ ഇവരോട്ട് ആർഗ്യൂ ചെയ്യായിരുന്നു. അവരൊക്കെ നമ്മളെപ്പോലെ
ഒരു പ്രശ്നം ഉണ്ടാകണ്ട എന്ന് വിചാരിച്ചിട്ട് അവർ ഒതുങ്ങി നിന്നതാ. ദൈവം ഒരാളുടെ മനസ്സ് തുറന്നു, അല്ലെങ്കിൽ അവന്റെ ബ്രെയിൻ തുറന്നപ്പോഴുള്ള മാറ്റം കണ്ടോ? അവൻ ദൈവത്തിന് വേണ്ടിയിട്ട് നിന്നിട്ട് അവരുമായിട്ട് അടികൂടുക, പരീക്ഷന്മാരുമായിട്ട്. നാളെ ഇവന് സിലഗോഗിൽ വരാൻ പറ്റുമോ? ഈ അടി കൂടിയിട്ട് പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റുമോ? എന്നിട്ടും അവൻ നോക്കി. അതാണ് ദൈവത്തിന്റെ വചനം. അത് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അതൊരു എന്താ പറയുന്നത്, നമ്മൾ അറിയാതെ നമ്മൾ അല്ലാതായിട്ട് മാറും അല്ലേ? അതിന്റെ താഴോട്ട് വരുന്ന സമയത്ത് ഓക്കെ, ഈ പരീക്ഷന്മാര് മൂഢന്മാരാതിന് കാര്യം എന്താണെന്നറിയാമോ? അവർക്കത് മനസ്സിലാവാത്ത കാര്യം എന്താണെന്നറിയാമോ? പരീക്ഷന്മാർക്ക് സദൃശ്യവാക്യം വായിക്കണ്ട എടുക്കണ്ട. സദൃശ്യവാക്യം 1:7 പറയുന്നു. ഞാൻ എടുക്കാം, എനിക്കത് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. ആരാ ഇത് നിരസിക്കുന്നേ? ഒരു സാമാന്യ ബുദ്ധി എന്നല്ല, അത്യാവശ്യം നല്ല ജ്ഞാനികൾ എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിൽ വരുന്ന കണ്ടിട്ട് അവർ പഠിക്കാറുണ്ട് ഇല്ലേ? അത്യാവശ്യം ജ്ഞാനമുള്ളവര്. സാധാരണക്കാരായ നമ്മളെ പോലെ അല്ല, എന്നെ പോലുള്ള എന്ത് ചെയ്യും? എന്റെ ലൈഫിൽ വന്നിട്ട് ഞാൻ പഠിക്കും. ഇത് ഒന്നും ചെയ്യാത്ത ആൾക്കാരാ നമ്മളിപ്പോ ഈ സദൃശവാക്യത്തിൽ വായിച്ചത്. ആരാ? ഒരു മൂഢന്മാരാ. ഇവർക്ക് അറിവില്ലാഞ്ഞിട്ടല്ല അല്ലേ? നമ്മളും ഇങ്ങനെ ആവാതിരിക്കുക. നമ്മൾ പലപ്പോഴും വചനം കേൾക്കുന്നുണ്ട്, പലരിൽ നിന്നും നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും നമ്മളത് അക്സെപ്റ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു നല്ല സാക്ഷി, അല്ലെങ്കിൽ ഒരു നല്ല പാത്രങ്ങൾ രണ്ടുമുണ്ട്. നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ നല്ല പത്രങ്ങളല്ല. അതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ശോധന വരുന്ന സമയത്ത് നമ്മൾ പരീക്ഷന്മാരെ പോലെ രണ്ടാമത് ഒന്നും കൂടെ ചോദിക്കുന്നേ. അങ്ങനെ നമ്മൾ രണ്ടാമതും ചോദിക്കാതിരിക്കുക. അവനെ പോലെ ഓക്കെ ദൈവത്തിലങ്ങ് ഏൽപ്പിച്ചു കൊടുക്കാം. ക്യൂർ ആവാൻ മനസ്സുണ്ടോ? യെസ്. ആ മൊമെന്റില് അവൻ ക്യൂറായി ഇല്ലേ? സോ ഇതേ കണക്കായിരിക്കണം നമ്മളുടെ ഓരോരുത്തരെയും ലൈഫ്. ഈ നമ്മളെപ്പോലുള്ള എന്ന് പറയുന്നില്ല, എന്നെ പോലുള്ളവർ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സമൂഹം, ഞാൻ ഉണ്ടാക്കിയ കുറച്ച് വ്യവസ്ഥിതികളിൽ ഞാനങ്ങ് മൂഢനാകാൻ ശ്രമിക്കുക ചെയ്യും. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റാതായി പോകും. ഫസ്റ്റ് കുറച്ച് നാൾ മുമ്പ് ഒരു ഇതിൽ പറഞ്ഞു, നാട്ടിലെവിടെയോ ഒരു സഭയിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായി. ബട്ട് വിശ്വാസികൾക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. വിശ്വാസികൾ ഒന്നും മിണ്ടാതെ. എന്താ ആ ഇൻസിഡന്റ് എന്തായിരുന്നു മാസ്റ്ററെ? ആർക്കും ഓർമ്മയില്ല. നാട്ടിലെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് വിശ്വാസികൾക്കും ഫസ്റ്റ് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു, മുമ്പ് പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് ഓർമ്മ വന്നേ, നടക്കുന്ന പ്രശ്നങ്ങൾ ഇല്ലേ? നമ്മളായിട്ട് തന്നെ കുറച്ച് എന്താ പറയുക, നമ്മുടേതായിട്ടുള്ള കുറച്ച് ചിന്തകളുണ്ട്. ഫേക്ക് ചിന്തകൾ, ഫേക്ക് തോട്ട്സ് വെച്ചിട്ട് നമ്മൾ അങ്ങ് മറച്ചു വെച്ചേക്കുക. നമുക്കിത് എന്ത് കേട്ടാലും നമ്മുടെ മനസ്സിലോട്ട് പിന്നെ കയറത്തില്ല, ഈ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലിരിക്കുന്നതുകൊണ്ട്. സോ ദൈവം വചനം അയച്ച് വിടുവിക്കുന്ന സമയത്ത്
ദൈവം നമുക്കൊരു വിടുതൽ തരുന്ന സമയത്ത് നമ്മുടെ മനസ്സും കൂടെ തുറക്കുന്നത്. മനസ്സ് തുറന്നില്ല എന്നുള്ളത് ഞാൻ പണ്ടെപ്പോഴോ പറഞ്ഞൊരു കാര്യമാണ്. നമ്മളിപ്പോൾ 30s-ലോ 40s-ലോ ആണ്. ബട്ട് നമ്മൾ നമ്മുടെ സ്വഭാവം ഇപ്പം എത്രയിലാണെന്നറിയാമോ? നമ്മൾ 5ാം ക്ലാസ്സോ അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 10 ഇതിന് മേളിലോട്ട് നമ്മൾ വളർന്നിട്ടില്ല. ഇത് വളരാത്ത കാര്യം എന്താ? നമ്മുടെ അകത്ത് ദൈവവചനം ഇതുവരെ കയറിയിട്ടില്ല. ഇതൊന്ന് കയറിയെങ്കിലേ ഈ പരീക്ഷന്മാർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇത്രയും ആൻസർ പറയാൻ പറ്റത്തുള്ളൂ. ഈ ബ്ലൈൻഡ് മാൻ അവൻ ആരെങ്കിലും വചനം പറഞ്ഞു കൊടുത്തതായിട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടില്ല. അത് പോട്ടെ, പഴയ നിയമത്തില് എവിടെങ്കിലും ഒരു ബ്ലൈൻഡ് മാനെ വിഷൻ കൊടുത്തതായിട്ട് വായിച്ചിട്ടുണ്ടോ? ഉണ്ടോ പ്രശ്നം? പഴയ നിയമത്തിൽ, ഓൾഡ് ടെസ്റ്റ്മെന്റ് ഇല്ല. അപ്പം നമ്മുടെ ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം ഇങ്ങനൊരു പ്രവൃത്തി യേശുവിന് വേണ്ടി കരുതി വെച്ചിരുന്നതായി. അവനെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ഒരു പ്രവൃത്തി. ആ ഒരു തിരിച്ചറിവ് പോലും, ഇവർക്ക് വചനത്തിൽ ഉണ്ടായിരുന്നു. അതെന്തായാലും എല്ലാവരും ഒന്ന് വായിക്കണേ. അത് യെശയ്യാവാണത്. യെശയ്യാവ് 35:4-5-6 വചനം വായിച്ച്. മനോഭീതിയുള്ളവരുടെ ധൈര്യപ്പെടുകയും ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം. പ്രതികാരവും ദൈവത്തിന് പ്രതികൂലം വരുന്നു, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. ഒന്നും കൂടെ വായിച്ചേ, എല്ലാരും കേട്ടില്ല. അന്ന് കുടന്മാരുടെ കണ്ണ് തുറന്നു തരും, ചുകടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയുമില്ല. അന്ന് മുണന്തൻ മാനിനെ പോലെ ചാടും, ഊമ്മന്റെ നാവും ഉല്ലസിച്ച് ഘോഷിക്കും. മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടി പുറപ്പെടും. നരീചിക്ക് ഒരു പൊയ്കയായും വരണ്ടതെല്ലാം നീരുറവയായും തീരും. മൃഗന്മാരെ പാർപ്പെടുത്ത് അപകടം സ്ഥലത്ത് തന്നെ ഞാങ്ങനെയും വളരും. തുടക്കം എങ്ങനെ പറഞ്ഞേ? കുരുടന്മാരുടെ എന്ന് പറയുന്ന ഒരു വാക്യമുണ്ടല്ലോ. അപ്പൊ ഇത് അന്നേ ഉള്ളതാ. ഇത് എഴുതി വെച്ചേക്ക് അന്നേ ഉള്ള കാര്യം പരീക്ഷന്മാർ വിശ്വസിക്കുന്നുണ്ട് ഇങ്ങനെ സംഭവിക്കുമെന്ന്. ബട്ട് അത് യേശുവിലൂടെയാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് വന്നത്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണ്ടത്. ഈ ഒരു തിരിച്ചറിവിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് പിന്നെ ക്വസ്റ്റ്യൻസ് ഒന്നും കാണത്തില്ല. നമ്മൾ ദൈവത്തിന്റെ നല്ല ഡിസൈപ്പിൾസ് ആയിരിക്കും. പിന്നെ ദൈവവചനം പറയുന്ന അതേ കണക്ക് തന്നെ ഊവ് ഊവ് എന്നല്ലേ പറയുന്നത്, അതേ കണക്കായിരിക്കും നമ്മൾ. അതിന് ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് അവർ അവനോട്, നീ മുഴുവനും പാപത്തിൽ പിറന്നവൻ, നീ ഞങ്ങളെ ഉപദേശിക്കുന്നുവെന്ന് പറഞ്ഞ് അവനെ പുറത്താക്കി കളഞ്ഞു. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾ ആരെങ്കിലും യോജിക്കുന്നുണ്ടോ? എല്ലാവരും പാപത്തിലാണ്. അപ്പൊ ഈ പരീക്ഷന്മാർക്ക് എന്താ എന്തെങ്കിലും പ്രത്യേക ഒരു ക്വാളിറ്റി ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഇവന് മാത്രം എന്തിനാ? അവന് മാത്രം നീ പാപത്തിൽ പിറന്നവനെന്ന് പറഞ്ഞെന്തിനാ? ഇത് കണക്കാണ് നമ്മൾ കേട്ടോ. നമ്മുടെ കയ്യില് ഈ പാപം വെച്ചിട്ടാണ് നമ്മൾ ചൂണ്ടുന്നത് പലരിടത്തും. അത് ശരിയല്ല, അവൻ എന്നെ നോക്കിയില്ല, അവൻ എന്നെ സംസാരിച്ചില്ല, അവന്റെ ആ സ്വഭാവം ശരിയല്ല, ഈ സ്വഭാവം ശരിയല്ല. ഇത് ഞാനും പാപിയാ. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിന്റെ റിവ്യൂ അതിന് പറയായിരിക്കും. ദൈവം നമുക്ക് കുട്ടികളെ നോക്കുന്ന സമയത്ത്, ദൈവം മോളിൽ നിന്ന് നോക്കുന്ന സമയത്ത് ദൈവം ലജ്ജിക്കാൻ ഇടവരുതെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് പാസ്റ്റർ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? ഇല്ലേ? നമ്മൾ മേളിൽ നിന്ന് ദൈവം നോക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ദൈവം നമ്മളെ ഓർത്ത് ലജ്ജിച്ചുകൊണ്ടിരിക്കുക. നമ്മളുടെ കുട്ടികളടുത്തുള്ള ഇടവഴികൾ, നമ്മളുടെ മറ്റുള്ളവരടുത്തുള്ള ഇടവഴികൾ, നമ്മളുടെ എല്ലാ വഴികളിലും ഒരെണ്ണം ഇല്ല പറയാൻ. എല്ലാ വഴികളിലും
ദൈവം നമ്മളെ ഓർത്ത് ലജ്ജിച്ചുകൊണ്ടിരിക്കുക. ഒരു വഴി പോലും ഇല്ല. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ എൻ്റെ മനസ്സിൽ കുത്തുകൊള്ളുക, ഇന്ന കാര്യത്തിന് ദൈവം എന്നെ ഓർത്ത് ലജ്ജിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഈ ആദ്യമായിട്ട് വിശ്വാസത്തിലേക്ക് വന്ന സമയത്ത് എൻ്റെ തോട്ട്സ് ഞാൻ ഒരു 200 പേജിൻ്റെ ഒരു ബുക്ക് എടുത്തു വെക്കും. എന്നിട്ട് ഞാൻ ചെയ്യുന്ന പാപങ്ങൾ, അതായത് സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് ഞാൻ എഴുതി വെക്കും. ഞാൻ എടുത്തൊരു തോട്ടാണ്. ഞാൻ അങ്ങനെ എഴുതി വെച്ചായിരുന്നെങ്കിൽ നടന്നില്ല, എന്തോ അത് നടന്നില്ല. പക്ഷെ ഇപ്പോഴും എൻ്റെ ഈ ബൈബിളിന്റെ ലാസ്റ്റ് പേജിൽ എടുത്ത് നോക്കിയാൽ ഞാനൊരു 2 പേജൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഒരു 1 വീക്കിനകം തന്നെ 200 പേജ് തീരും. അത് കാര്യം ഒന്ന് ആലോചിക്കണം, സ്നാനപ്പെട്ട സമയത്താണ്. സോ നമ്മൾ വിശ്വാസത്തിന് വേണ്ടിയിട്ട് അത്രയും തീവ്രതയോടെ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ തീരുമാനം എടുത്തത്. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ സ്ഥിതി എന്തായിരിക്കും? ഞാൻ തമാശയല്ല പറഞ്ഞേ, ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞേ. ഞാൻ ഇപ്പോഴാണ് ആലോചിക്കുന്നത്. അതിനുശേഷം ഇന്നാണ് ഞാൻ അത് ആലോചിച്ചത്. ആ ബുക്കൊന്ന് എഴുതിയിരുന്നെങ്കിലും, ഒന്ന് ചുമ്മാതെങ്കിലും ഒന്ന് മറിച്ച് നോക്കായിരുന്നു. സോ ഇത് കണക്കൊരു 200 പേജിന്റെ ബുക്ക് എടുത്ത് നമ്മൾ എഴുതാൻ തുടങ്ങിയാൽ 1 പേജ് പോലും തീരരുത്. ഇങ്ങനെ ആയിരിക്കണം നമ്മൾ. അല്ലെങ്കിൽ ഒന്നും എഴുതാനുള്ളൊരു വക വരുത്തരുത്. നമ്മൾ മനുഷ്യരാ, കുറ്റങ്ങളും കുറവുകളും ഉള്ളവരാ, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാവരും കുറ്റങ്ങളും കുറവുകളും ഉള്ളവരാ. ബട്ട് നമ്മൾ ഓരോ ആഴ്ചയും ദൈവവചനം കേട്ട് നമ്മളിങ്ങനെ എന്താണ് പറയുന്നത്, ഇങ്ങനെ പ്യൂരിറ്റി എന്ന് പറയത്തില്ലേ, പ്യൂരിറ്റി, വിശുദ്ധി പ്രാപിച്ച് ഇങ്ങനെ വന്നോണ്ടിരിക്കുക ഓരോ ദിവസവും ആണല്ലേ? ഇല്ലേ? നമ്മൾ ആഴ്ച തോറും വചനം കേട്ട്, അല്ലെങ്കിൽ ദിവസം തോറും വചനം കേട്ട് നമ്മൾ ഇങ്ങനെ വിശുദ്ധി പ്രാപിച്ചുകൊണ്ട് വന്നോണ്ടിരിക്കല്ലേ? അല്ലേ? അല്ലേ? സോ ഈ കുരടൻ നമുക്ക് നല്ലൊരു ഉദാഹരണമാണ്. എന്തിനു വേണ്ടിയിട്ടാ? ദൈവത്തിന് വേണ്ടിയിട്ട് നിൽക്കാൻ. സോ നമ്മളും അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒരു കൺക്ലൂഷനായിട്ടങ്ങ് പറയാം. നമ്മുടെ ലൈഫിൽ ദൈവത്തെ പ്രൊക്ലെയിം ചെയ്യാനായിട്ട് കിട്ടുന്ന ഏതൊരവസരവും ഞാൻ എൻ്റെ അടുത്തും കൂടെ പറയാം. ഞാൻ പലപ്പോഴും ഞാൻ ഓർത്ത് സഹതപിച്ചിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഞങ്ങൾ കമ്പനിയിലെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഞാൻ ഇവിടെ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അതൊരു പെന്തിക്കോസ് മാഫിയാണ്. സോറി പറയുന്നതുകൊണ്ട് ക്ഷണിക്കുക. അവിടെ ഞാനൊക്കെ പെന്തിക്കോസുകാരനെന്ന് വരുന്നതിന് മുമ്പ്, വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് ഞാൻ അവർക്കൊരു ഒരു വില കൊടുത്തിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാം അവർക്ക് വില കൊടുത്തത്? അവർ പറയുന്ന വാക്ക് അത്രയും സത്യമാണെന്ന്. എൻ്റെ ചെറുതിലാണ് ഞാൻ പറയുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്ത് ആലോചിച്ചോണം, അവിടെ ഒരു വലിയ ഒരു ഹിന്ദു ഇതുള്ള ഒരു സമൂഹമാണ്. അവിടെ 1 or 2 ഇതേ കണക്കുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഞങ്ങൾ അവർക്കൊരു വില കൊടുത്തിരുന്നു. എന്തിനു വേണ്ടിയെന്നറിയാം? ഞങ്ങൾ അവരുടെ വിശ്വാസത്തോടൊന്നും പോകുന്നില്ല, ബട്ട് അവരുടെ ഓരോ പ്രവൃത്തിയും ദൈവത്തിന്റെ പ്രവൃത്തി പോലെ ഞങ്ങൾ കണ്ടിരുന്നത്. എന്ന് വെച്ചാൽ അവർ പറയുന്ന എന്ന് പറഞ്ഞാൽ നമ്മളതിന് പിന്നെ രണ്ടാമതൊരു ക്വസ്റ്റ്യനിങ് ഇല്ല. അത്രയും നമ്മൾ അവർക്കൊരു വില കൊടുത്തിരുന്നു. മോർ അവർ എന്തെങ്കിലും പറയാൻ നമുക്ക് പേടിയാ. എന്താണെന്നറിയാം? അവർ ദൈവത്തിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാ. അവരെ പറഞ്ഞാൽ ദൈവം നമുക്കിട്ട് പണിതരും. മനസ്സിലായി? അപ്പോൾ ഇപ്പോഴോ ഞാൻ പറഞ്ഞത് ഈ അക്കൗണ്ട്സിൽ കയറിക്കഴിഞ്ഞാൽ റിയലി ഓണസ്റ്റ്ലി അതൊരു പെന്തിക്കോസുകാരല്ല. വരുന്ന ഒരാളുടെ അടുത്ത് പോലും ഒരു സ്നേഹത്തിന്റെ ഒരു വാക്ക് പറയത്തില്ല അവരെ. ഈവൻ ഓഫീസ് സ്റ്റാഫായ ഞങ്ങൾ പോയിട്ട് പോലും ഞങ്ങളുടെ അടുത്ത് കാണിക്കുന്നത്, നമ്മളിപ്പോൾ ഒരു സെറ്റിൽമെന്റിനോ അല്ലെങ്കിൽ ഒരു പേയ്മെന്റിന്റെ കാര്യം ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് അവൻ നാട്ടിൽ പോയി അവന്റെ ഓരോ ഏക്കർ വിട്ടിട്ട് ഇവിടെ കൊണ്ടുവന്ന് ബാങ്കിലിട്ട് എന്നിട്ട് തരുന്ന മാതിരി അവരുടെ ഓരോ ആറ്റിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞാല് ആണ് സത്യം. എനിക്ക് അവിടെ പറയാനും മടിയാണ്, ബുദ്ധിമുട്ടാണ്. ഞാനും പെന്തിക്കോസുകാരനാണെന്ന്. കാര്യം എന്താണെന്നറിയോ? കൂടെ നിൽക്കുന്നവരാവാ അതേ കണക്ക് എന്നെ എണ്ണത്തോളൂ. ഞാൻ ഇനി എത്ര നല്ലോണം നിന്നാലും ശരി, അവർ പറയുന്നതെന്നറിയോ? പാസ്റ്റർ എന്താ പറയുന്നതായിരുന്നു ആ വചനം? ഞാനതൊക്കെ വിട്ടുപോയി പാസ്റ്ററെ. ഇവരും അവരുടെ കൂട്ടത്തിലുള്ളതെന്ന് അവർ ചോദിക്കത്തുള്ളൂ. അതേമാതിരി ചോദിക്കത്തുള്ളൂ അവരുടെ അടുത്ത്. സോ നമ്മൾ അങ്ങനെ പറയാൻ ഇടവേണ്ടത്.
നമ്മൾ അങ്ങനെ പറയാൻ ഇടവരരുത്. ഞാൻ വളരെ വേദനയോടെ പറയുന്നു. നമ്മളെക്കുറിച്ച് ഒരാളൊരു സാക്ഷ്യം പറയുന്ന സമയത്ത് അതൊരു ദൈവനാമ മഹത്വത്തിനായിട്ട് തീർന്നു കഴിഞ്ഞാലുണ്ടല്ലോ, അതിൻ്റെ ദൈവത്തിന് മൊത്തം ഓക്കെ. ഇത് കേൾക്കുന്ന 10 പേര് തീർച്ചയായും നമ്മുടെ അടുത്ത് നാളെ ഒരു കാര്യത്തിന് വരുമ്പോൾ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ അവരത് വിശ്വസിക്കും. ആ വിശ്വാസം, ഈ ദൈവവചനം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടല്ലോ നമ്മളെല്ലാം വിശ്വസിക്കുന്നത് അല്ലേ? നമുക്കൊരുറപ്പുണ്ട്, ഇത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വചനമാണെന്ന്. ഇതേ കണക്ക് നമ്മൾ പറയുന്ന വാക്ക്, നമ്മുടെ വായിൽ നിന്ന് വരുന്ന ആ ഒരു വാക്കും ഇതേ കണക്ക് തന്നെ ആയിരിക്കണം. സോ എല്ലാവരും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഇപ്പം പെന്തിക്കോ സമൂഹത്തിലെ സോറി ടു സേ, ഞാൻ ആദ്യമേ ഒരു ഇത് പറയാണ്. നമ്മുടെ അടുത്ത് ആർക്കും, വെളിയിലുള്ളവർക്ക് ഒരു മഹത്വമില്ല. ഞാൻ പലരുമായിട്ടും ബന്ധപ്പെടുന്നതുകൊണ്ട് ഞാനങ്ങ് പറയാം, നമ്മൾ പറയുന്ന വാക്കിനോട് അവർക്കൊന്നും ഒരു വിലയുമില്ല. കാര്യം പല ആൾക്കാരും ചെയ്യുന്ന പല പ്രവർത്തികളും കണ്ടിട്ട് ദൈവനാമം ദുഷിച്ചുകൊണ്ടിരിക്കുക. പല പ്രവർത്തികളും അവരപ്പം പറയുന്നത് നീയും അവരെ കൂട്ടത്തിലുള്ളതല്ലേന്നാ പറയുന്നത്. കാര്യം 2-3 ഇൻസിഡന്റ് ഉണ്ടായി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അവർ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവിടെ അത് സംഭവിച്ചു, ഇവിടെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ, സോ നമ്മൾ അങ്ങനെ വരാനിടവരരുത്. നമ്മൾ ഈ ഒരു ചെറിയ സമൂഹമെങ്കിലും ഒന്ന് മാറി ചിന്തിച്ചാൽ അത് നമ്മുടെ തലമുറയ്ക്ക് പറയുന്നതൊക്കെ, നമ്മളാകുന്ന ഈ സമൂഹം ഓൾമോസ്റ്റ് എല്ലാവരും ഒക്കെ ആയില്ലേ, അവരുടെ ഒരു നല്ലൊരു ലൈഫ് എല്ലാം കഴിഞ്ഞു. ഇനിയുള്ളത് ഇനി കുറച്ചേ ഉള്ളൂ. നമ്മുടെ തലമുറയ്ക്ക് ഈ ബ്ലൈൻഡ് മാൻ്റെ കണക്ക് നമ്മളൊരു മാതൃകയായിരിക്കണം. നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ അവരെ കള്ളം പഠിപ്പിക്കുക. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മോളെ അടിക്കുമെങ്കിൽ ഞാൻ ഒറ്റൊരു കാര്യത്തിന് അടിക്കുന്നത്, കള്ളം പറയുന്നത്. ഞാനോട് അടിക്കാറുണ്ട്, അവനും അത് കണക്ക് കൊടുക്കാറുണ്ട്. പഠിക്കാത്തതിനോ വേറെ ഒരു കഴിക്കാത്തതിനോ ഇതിനൊന്നും ഞാനൊന്നും ചെയ്യാറില്ല. ബട്ട് കള്ളം പറഞ്ഞാൽ ഞാൻ അടിക്കാറുണ്ട്. ബാലിന് ശിക്ഷ കൊടുക്കല്ലേ ഇല്ലേ? ചെറുതിലെ അത് കൊടുത്ത് കിടത്തിയെങ്കിലേ വലുതാ അത് റെഡി ആവത്തുള്ളൂ. സോ ഈ കുട്ടികൾ കള്ളം പഠിക്കുന്നത് എവിടുന്ന? അതിനിപ്പോൾ അടുത്ത് എനിക്കൊരു പണി വരാൻ പോവാ. നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് കള്ളം പഠിക്കുന്നത് അല്ലേ? സോ നമ്മളത് എൻ്റെ ഒരു റിക്വസ്റ്റായിട്ട് തന്നെ എടുക്കുക. നമ്മളവരെ കള്ളം പഠിപ്പിക്കാതിരിക്കുക. ഒന്നിലും കള്ളം പഠിപ്പിക്കാതിരിക്കുക. അങ്കിള് ഇവന്റെ പോലെ 10 പേരെ മുമ്പിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം, അവരത് കേൾക്കും. നമ്മൾ പറയുന്നത് ദൈവം കേൾക്കും. ഇപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിൽ കുറച്ചെങ്കിലും വാസ്തവം ഉണ്ടെങ്കിലേ കേൾക്കത്തുള്ളൂ, അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്നെങ്കിലല്ലേ കേൾക്കത്തുള്ളൂ. ഇതിനൊരിടെ നമ്മളെല്ലാവരും ഉണ്ടാക്കിയെടുക്കുക. യുവജനങ്ങൾ ദൈവമില്ല.